ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി പോസിറ്റീവാണ് ക്ലോസ് ചെയ്തത്. 25,482 ക്ലോസ് ചെയ്തപ്പോൾ 57 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്ന് ഓപ്പൺ ചെയ്തത് തന്നെ ഗ്യാപ്പ് അപ്പിലാണ്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 3 പോയിൻറ്റ്സിന് കുറവാണ് കണ്ടത്. 61,043 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 59,406 ക്ലോസ് ചെയ്തപ്പോൾ 339 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ് 160 പോയിൻറ്റ്സ് ഉയർന്ന് 17,118 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സിന് 13.48 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 50 പോയിൻറ്റ്സ് ഉയർന്ന് 82,276 ക്ലോസ് ചെയ്തു. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഇന്ന് 5,118 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FIIയും ഇന്ന് 2,991 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. സെക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി FMCG, നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 28,466 ക്ലോസ് ചെയ്തപ്പോൾ 116 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 90 പോയിൻറ്റ്സ് പറഞ്ഞ് 37,118 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 28,339 ക്ലോസ് ചെയ്തപ്പോൾ 44 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി FMCG 129 പോയിൻറ്റ്സ് കുറഞ്ഞ് 52,105 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 233 പോയിൻറ്റ്സ് ഉയർന്ന് 14,898 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 29 പോയിൻറ്റ്സിൽ കുറവാണ് കണ്ടത്. 9615 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT 3526 ക്ലോസ് ചെയ്തപ്പോൾ 472 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 6 പോയിൻറ്റ്സ് ഉയർന്ന് 1417 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 325 പോയിൻറ്റ്സ് ഉയർന്ന് 12,399 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 12,188 ക്ലോസ് ചെയ്തപ്പോൾ 22 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ 419 പോയിൻറ്റ്സ് ഉയർന്ന് 23,051 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 9787 ക്ലോസ് ചെയ്തപ്പോൾ 37 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 1 പോയിൻറ്റ് കുറഞ്ഞ് 796 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,713 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,424 ക്ലോസ് ചെയ്തു. വെനസ്ഡേ ഇന്ന് 25,482 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച നിഫ്റ്റി 88 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. 0.35% ഫോള് ആണ് കാണാൻ സാധിക്കുന്നത്. ഈ വർഷത്തെ നിഫ്റ്റിയുടെ മുന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 26,129 ആയിരുന്ന നിഫ്റ്റി ഇന്ന് 25,482 നിൽക്കുമ്പോൾ 2.48% ലോസ് ആണ് ഈ വർഷം നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 1 മാർച്ച് 2025 22,124 നിഫ്റ്റി ഇന്ന് 25,482 നിൽക്കുമ്പോൾ 15.18% പ്രോഫിറ്റ് കഴിഞ്ഞ 12 മാസം നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,503 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,424 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലോസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ HCL ടെക് 2.91% റാലി നടത്തി. ബജാജ് ഓട്ടോ 2.73% റാലി നടത്തി. ടാറ്റ സ്റ്റീൽ 2.63%, ശ്രീറാം ഫിനാൻസ് 2.28%, അദാനി എൻ്റർപ്രൈസ് 2.23%, TCS 2.16%, ഇന്റർഗ്ലോബ് ഏവിയേഷൻ 2%, സൺ ഫാർമ 1.87%, കോൾ ഇന്ത്യ 1.78% ആൻഡ് M&M 1.69% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ റിലയൻസ് 2.12% ഫോളോ കണ്ടു. SBI 1.90% ഫോളോ നടത്തി. അദാനി പോർട്സ് 1.72%, ഇറ്റേണൽ 1.50%, ഭാരതി എയർടെൽ 1.42%, ITC 1.16%, കോട്ടക് മഹീന്ദ്ര 0.64%, ടാറ്റ കൺസ്യൂമർ 0.48%, SBI ലൈഫ് 0.45% ആൻഡ് HDFC ബാങ്ക് 0.32% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇതൊരു ബയേഴ്സ് അല്ല, റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ USA നിന്ന് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റ വരുന്നുണ്ട് 26 ഫെബ്രുവരിക്ക്. ഇതാണ് ഇന്നത്തെ പ്രധാനമന്ത്രി ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.